ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എത്ര അറിയാത്തവർക്ക് പോലും ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മെഷീനകത്ത് നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാൻഡിൻ്റെ പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 3 പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 ഒരുമിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അറ്റത്തൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തുണി ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നിട്ട് അതിനൊന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല വശത്തുള്ള തുണി ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുണിയിലാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിന് ശേഷം അതിനെ ഒന്ന് മറച്ച് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് വരാത്ത ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിലോട്ടായിട്ട് വരുന്നത് കേട്ടോ. ഇനി നല്ല വശത്ത്, അതായത് ഫ്രണ്ട് ഭാഗത്ത് നല്ല ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ വരുന്നത് സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗമാണ് കാണുക. അതിൻ്റെ സൈഡിലൂടെ ആ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 3 ഭാഗത്തും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഡാട്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് 1.25 ഇഞ്ചിൽ ഒരു ഡാട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാട്ടാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ സൈഡിലോട്ടുള്ള 2 ഡാട്ടുകൾ കേട്ടോ, 2 ഭാഗത്തേക്കായിട്ടുള്ള ഡാട്ടാണത്. അത് ഒറ്റ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു ഡാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പം ചീത്ത ഭാഗത്താണ് ഡാട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്ടാണ് ഇപ്പോൾ ഡാട്ടൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താണത്. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് ബാൻഡിൻ്റെ പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ആ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം, ഞാനിവിടെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിൻ്റെ അടിഭാഗം നമുക്ക് 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിന് ശേഷം വീണ്ടും ഒരു 1.5 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ചെടുക്കും, അവിടെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെക്കുമ്പോൾ ഒരേപോലെ കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ 2 വശങ്ങളും. ഇനി ഷോൾഡർ 2 ഭാഗത്തെയും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട്. അതിന് ശേഷം ഫേസിങ്ങും ബൈൻഡിങ്ങും വെച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഫേസിങ് വെച്ചെടുക്കുക കേട്ടോ. വലത് ഭാഗത്താണ് ഫേസിങ് വെക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഇത്തിരി ലെങ്ത്ത് കൂടുതലായിരിക്കും. ആ ലെങ്ത്ത് കുറച്ച് കൂടുതൽ ബ്ലൗസിൻ്റെ ആ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗം മടക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നല്ല വശത്ത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചീത്ത വശത്തേക്ക് തിരിച്ചിട്ട് ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കി കൊടുത്തിട്ട് ചീത്ത വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബൈൻഡിങ് ചെയ്യാം കേട്ടോ. ഇടത് ഭാഗത്താണ് നമ്മൾ ബൈൻഡിങ് ചെയ്യുന്നത്. 2.5 ഇഞ്ചിൻ്റെ വീതിയിലുള്ളൊരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസിങ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് മറച്ചെടുക്കണത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചീത്ത വശത്ത് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തു. ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് നല്ല വശത്തേക്കായിട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കുളത്തുകൾ ഇടുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഐകളായിട്ടാണ് കുളത്ത് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒറ്റ ഇതിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഇതിൽ തന്നെ കുളത്ത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക, അതിന് ശേഷം വി പോലെ വരണോടത്ത് വി പോലെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ചീത്ത വശത്തേക്ക് ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത് ഇത്തിരി കൂടുതൽ എടുക്കണമെങ്കിൽ വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഞാൻ അവിടെ തേരുവശം അതിന് ഒറ്റ മടക്ക് മാത്രം മടക്കണുള്ളൂ, അതിനനുസരിച്ച് ലെങ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വരെ നമുക്ക് ലെങ്ത്ത് എത്ര വേണം അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് വെച്ച് കൊടുത്തിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരറ്റത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, ആ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അങ്ങനെ 2 സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്ലീവ് നമ്മൾ മടക്കി ആദ്യം ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടെ നമ്മൾ ഹെമ്മിങ് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് അടിയിലേക്ക് നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ചാണ് അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നത്, അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണം. ഞാനിവിടെ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ട് കേട്ടോ.
ഇനി നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് നല്ല വശത്ത് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അറ്റത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചിലാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് മടക്കിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് അപ്പുറത്തേക്ക് മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മടക്കിയിട്ട് ഇനി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും അടിഭാഗത്തുമാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 ഡാട്ട് ബ്ലൗസാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര അറിയാത്തവർക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ നമുക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ. ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇഴ നൂലെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു സൂചിയിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഇതുപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കൈയുടെ ഭാഗമാണിത്, അവിടെ നമ്മൾ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുമ്പ് ഹെമ്മിങ് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അറിയാത്തവർക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മിക്കവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഒന്ന് താഴെ നമ്മുടെ മെയിനായിട്ടുള്ള തുണിയിൽ കുത്തുക. അതിനുശേഷം നമ്മൾ ആ മടക്കി കൊടുത്ത തുണിയിൽ ചരിച്ചൊന്ന് കുത്തുക. എന്നിട്ട് പൊന്തിച്ചെടുക്കുക. അപ്പോൾ മുകളിലേക്ക് നൂല് വരുന്ന രീതിയിൽ സൂചി താഴെ വരുന്ന രീതിയിലും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഫുള്ളായിട്ട് സ്ലീവിൻ്റെ ഭാഗം ഹെമ്മിങ് ചെയ്തിട്ട് ആ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ നൂല് അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗത്തുള്ളത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ഇതുപോലെ ഒന്ന് മടക്കി ചീത്തവശത്തേക്ക് ആണ് മടക്കായിട്ട് വരിക. അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണോ ഹെമ്മിങ് അതുപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഹെമ്മിങ് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പാർട്ടിൻ്റെ ഭാഗത്തും ഹെമ്മിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബാക്ക് പാർട്ടിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾക്ക് അഴിച്ചിടാം ഹെമ്മിങ് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ അതേ നെക്കും കഴിഞ്ഞിട്ടുണ്ട്, സ്ലീവും കഴിഞ്ഞിട്ടുണ്ട് ഹെമ്മിങ് ചെയ്ത്. ഇനി നമുക്ക് കുളത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ കുളത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 4 ഇഴ നൂലെടുത്തിട്ടാണ് ഞാനിവിടെ സൂചിയിൽ കോർത്ത് കൊടുത്താണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വി പോലെ ഇട്ട മാർക്കിനകത്ത് കറക്റ്റ് വരുന്ന രീതിയിൽ താഴെ ഭാഗത്ത് കുളത്ത് വയ്ക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കേട്ടോ. അപ്പോൾ അതേ ആ ഒരു ഹോളിലൂടെ ആദ്യം കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഹോള് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് പൊതിഞ്ഞിട്ടോ. വളരെ സിമ്പിളാണ്, അറിയാത്തവർക്ക് പോലും നമുക്ക് കുളത്ത് വയ്ക്കാം. ആ ഒരു 2 ഹോള് കവർ ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഉറപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കുളത്തായിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കോർത്ത് വലിച്ച് എടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ 4 പ്രാവശ്യം ആ കുളത്തുള്ള ഭാഗത്ത് ചുറ്റി എടുക്കണുള്ളൂ. അതിന് കൂടുതലായിട്ട് നൂല് കോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുളത്തിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുളത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അറിയാത്തവർക്കും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ മുമ്പ് ബ്ലൗസ് എങ്ങനെയാണ് നമ്മൾ ഒരു അളവെടുത്ത് തയ്ക്കണേന്ന് ഇട്ടിട്ടുണ്ട് വീഡിയോനകത്ത്. അതുപോലെ തന്നെ ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ആയിരുന്നു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു ഇപ്പോൾ കണ്ടത് കേട്ടോ. വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്ത് തുന്നിക്കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കുളത്ത് തുന്നിയെടുക്കാം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തുന്നിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നീക്കിയിട്ട് അടിഭാഗത്ത് ഒരൈ കൂടി തുന്നി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുളത്ത് തുന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് മാത്രം ഇത്തിരി കൂടുതലായിട്ട് ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരൈയാണ് ഞാനിവിടെ തുന്നണം കേട്ടോ. അപ്പോൾ 4 ഇഴ നൂലെടുത്തിട്ടുണ്ട്. അതിനതേ ആദ്യം നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. 3 തവണ അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ 2 തവണ നമുക്ക് കോർത്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 3 തവണ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് ബാക്ക് ഭാഗം വെച്ചിട്ട് ലൂസാക്കി എടുത്തിട്ട് ആ ഒരു സൂചി ഉള്ളിലോട്ട്
കോർത്ത് കോർത്ത് വട്ടത്തിൽ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. വട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ആ നൂല് താഴെ ഭാഗത്ത് വരണം, സൂചി മുകളിലേക്ക് പൊന്തിച്ച് വരുന്ന രീതിയിലാണ് ഇവിടെ തുന്നിയെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും അയ്യൊക്കെ തുന്നാൻ അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് അറ്റം വരെ തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിലേക്ക് സൂചി താഴ്ത്തി ഇറക്കിയിട്ട് അടിഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫേസിങ്ങും ബൈൻഡിങ്ങും ചെയ്ത ഭാഗത്താണ് ഇത് നമ്മൾ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഫേസിങ് നമ്മൾ ചെയ്യുന്നത് വലത് ഭാഗത്ത് 1.5 ഇഞ്ച് പീസ് വെച്ചിട്ട് ഇടത് ഭാഗത്ത് ബൈൻഡിങ്ങും ചെയ്യും കേട്ടോ. ബൈൻഡിങ് ചെയ്യുമ്പോൾ പുറമേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലിരിക്കും. അവിടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചേട്ടാ. ഇത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.